നമ്മളെല്ലാവരും സാധാരണ നോമ്പൊക്കെ വരുമ്പോൾ അത്താഴം കഴിക്കാറുള്ളവരാണ്. ഇടയത്താഴം കഴിച്ചാൽ എന്താണ് നേട്ടം? ഇടയത്താഴ സമയത്ത് എന്താണ് കഴിക്കേണ്ടത്? ഇടയത്താഴ സമയത്ത് എന്ത് കാര്യമാണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത് തുടങ്ങി എല്ലാ കാര്യവും ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഉസ്താദ് ഏത് ബാങ്ക് കേട്ടിട്ടാണ് ഞങ്ങൾ ഇടയത്താഴം നിർത്തേണ്ടത്, ഈ നോമ്പ് തുടങ്ങേണ്ടത് ഏത് ബാങ്ക് കേട്ടിട്ടാണ്? ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഒരുപാട് പള്ളികളുണ്ട്. ബാങ്ക് വിളിക്കുന്ന സമയം തമ്മിൽ ഭയങ്കര വ്യത്യാസം, 5 മിനിറ്റ് വരെ വ്യത്യാസമുള്ള, 7 മിനിറ്റ് വരെ വ്യത്യാസമുള്ള പല പള്ളികളുമുണ്ട്. അപ്പോൾ ഉസ്താദ് ഞങ്ങൾ ഏത് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാണ് നോമ്പ് തുടങ്ങേണ്ടത്, നോമ്പ് അവസാനിപ്പിക്കേണ്ടത്? എല്ലാം വിശദമായി ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും പരിപാവനമായ റമളാനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം റമളാനിലേക്കൊന്ന് എത്തുക എന്നുള്ളത് തന്നെ അത് അല്ലാഹു തആല ചില ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന അനുഗ്രഹമാണ്. അതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 പേര് മരണപ്പെട്ടു, ഒരാൾ ഷഹീദായി മരണപ്പെട്ടു, ഒരാൾ സാധാരണ മരണപ്പെട്ടു. ഷഹീദായ ആൾ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ സാധാരണ മരണം വരിച്ച ആൾ സ്വർഗത്തിൽ കടന്നപ്പോൾ ഇത് നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു, എന്താണ് നബി അങ്ങനെ, ഷഹീദല്ലേ ആദ്യം സ്വർഗത്തിൽ കടക്കേണ്ടത്? ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞത്, ആ ഷഹീദിനേക്കാൾ 1, 2, 3 റമളാനുകൾ ഇയാളുടെ ജീവിതത്തിൽ വന്ന് ഇയാൾ ആ റമളാനിനെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഷഹീദിനേക്കാൾ, ഒരു രക്തസാക്ഷിയേക്കാൾ മുൻകടന്ന് അയാൾ സ്വർഗത്തിൽ പോകാനുള്ള കാരണം. അൽഹംദുലില്ലാഹ്, നമുക്ക് ആ ഒരു സൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ നാളത്തെ നോമ്പിൻ്റെ നിയ്യത്ത് ഇന്ന് നിങ്ങൾ വെച്ചിട്ടുണ്ടാകും. പല ഉമ്മമാരും ഒരുപക്ഷെ അവർക്ക് പണ്ട് ഓർമ്മയുള്ള അതൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞത് ഓർത്തിട്ട് ചിലപ്പോൾ നിയ്യത്ത് വെച്ചിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റമളാനിലെ ഓരോ ദിവസത്തെയും നോമ്പിൻ്റെ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത്, അതെങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള അറബി മലയാളം ഉൾപ്പെടെയുള്ള കാര്യമാണ്. ആദ്യം തന്നെ പഠിക്കാം. റമളാനിലെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മല്ലം യുബയ്യിതി സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രാത്രി അത്താഴ സമയത്ത് അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പെങ്കിലും ഒരു മനുഷ്യൻ, അതായത് ഫജ്റിന് മുമ്പെങ്കിലും ഒരാൾ നിയ്യത്ത് വെച്ചില്ല എങ്കിൽ റമളാനിലെ നോമ്പ് അവനിക്ക് കിട്ടുകയില്ല. ഈ ഹദീസ് പിടിച്ചിട്ടാണ് ഷാഫിഈ മദ്ഹബുകാരായ, എൻ്റെ ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന ഉമ്മമാരിലും ഉപ്പമാരിലും ഭൂരിപക്ഷം ഹനഫി മദ്ഹബുകാരായ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഇടുക്കി, കോട്ടയം ഭാഗത്തുള്ള, പത്തനംതിട്ട ഭാഗത്തുള്ള ഒരുപാട് പേര് കാണുന്നുണ്ട്. അതുപോലെ തമിഴ്നാട് ഭാഗത്തുള്ള ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. പ്രവാസികളായ ഒരുപാട് പേര്, കർണാടകക്കാർ, ലക്ഷദ്വീപുകാർ, അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകട്ടെ. അപ്പോൾ ഷാഫിഈ മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു ഹദീസ് പിടിച്ചിട്ടാണ് നമ്മൾ രാത്രി തന്നെ നിയ്യത്ത് വെക്കുന്നത്. രാത്രി തന്നെ നമുക്ക് നിയ്യത്ത് വെക്കണം. നമ്മൾ സാധാരണ നോമ്പ് തുറക്കുമല്ലോ, നോമ്പ് അതായത് മഗ്രിബിന് ശേഷം, പിന്നെ മഗ്രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞു, പിന്നെ ഒരു 10:30, 11 മണി, പിന്നെ 12, 1 മണി, 2 മണി, ചിലപ്പോൾ ഒരു 4 മണിക്ക് നമ്മൾ അത്താഴത്തിന് എഴുന്നേക്കും, 3:30 എഴുന്നേക്കും. ആ സുബഹി ബാങ്കിന് തൊട്ടു മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നിയ്യത്ത് വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനുശേഷമുള്ള ആ നോമ്പ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഈ പ്രഥമ രാത്രി തന്നെ നമുക്ക് നിയ്യത്തുമായി ബന്ധപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാം. ആദ്യം തന്നെ നിയ്യത്ത് എങ്ങനെയാണെന്ന് പഠിക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഈ ഒരു നിയ്യത്ത് തന്നെയാണ് ഇനി എല്ലാ ദിവസവും രാത്രി നിങ്ങൾ ആവർത്തിച്ച് പറയും, മറന്നു പോകരുത്. അതൊരു കൃത്യത നമ്മൾ വരുത്തിയാൽ മതി. ആദ്യം നമ്മൾ ഇശാക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, പിന്നെ ഇശാ നിസ്കാരം 4 റക്അത്ത്, അത് കഴിഞ്ഞ് ഇശായിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് തറാവീഹിന് ശേഷം നമ്മൾ തറാവീഹിൻ്റെ ദുആ ചെയ്യുന്നു. തറാവീഹ് നമസ്കാരത്തിന് ശേഷമുള്ള ദുആ ഇറക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? നിയ്യത്ത് നമ്മൾ എല്ലാ ദിവസവും വെച്ചേക്കുക. അപ്പോൾ പിന്നെ മറന്നു പോകില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ തറാവീഹ് നിസ്കാരത്തിന് ശേഷം നിയ്യത്ത് വെക്കുക. അത് ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പള്ളിയിൽ ഉസ്താദുമാർ നമുക്കത് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ വാപ്പമാർ മറന്നു പോകില്ല, സഹോദരന്മാർ ഒരുപക്ഷെ അത് ചെല്ലുന്നുണ്ടാകും, ഉമ്മമാരാണ് പലപ്പോഴും വിട്ടുപോകുന്നത്. അത് പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? തറാവീഹ് നമസ്കാരത്തിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ മാറ്റുക, എന്ത്? നിയ്യത്ത് വെക്കുക. അതിനുശേഷമായിരിക്കണം ഒരുപക്ഷെ വിത്ർ നിസ്കരിക്കുകയും മറ്റ് ഇബാദത്തുകളിലേക്ക് പോവേണ്ടത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയ്യത്ത് എങ്ങനെയാണെന്നാണ്. ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആദ്യം തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അഊദും ബിസ്മി ഓതിയിട്ട് നമ്മൾ പറയുക, നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഇതാണ് അറബി.
ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. ഒന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞ് നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഇത് പറയുമ്പോൾ പല ആളുകളും ഒരുപക്ഷെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്, അക്ഷരങ്ങൾ മാറിപ്പോവാറുണ്ട്. അങ്ങനെയല്ല. നവൈതു സൗമ ഗദിൻ, സൗമ ഗദിൻ അല്ല, സൗമ ഗദിൻ. അന്നദായി എന്ന് പല ആളുകളും അന്നദായി അല്ല, അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഇതാണ് അറബിയിൽ നമ്മൾ പറയുന്നത്. ഇനി അതിൻ്റെ നേരെ അർത്ഥം പറയുകയാണ്. ഒരാൾക്ക് ഇനി അറബി പറയാൻ കിട്ടിയില്ലെങ്കിൽ മലയാളം മാത്രം പറഞ്ഞാലും മതി. പക്ഷേ എന്നാലും നോമ്പിൻ്റെ നിയ്യത്താണ് അറബി പറയൽ ഏറ്റവും അഫ്ളലാണ്, നല്ലതാണ്. അതുകൊണ്ട് അറബിയും നമ്മൾ ആദ്യം പറയുക. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഇനി അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ അർത്ഥം പറയുമ്പോൾ ഞാൻ എൻ്റെ പള്ളിയിലും എൻ്റെ നാട്ടിലുമുള്ള രൂപത്തിലാണ് കേട്ടോ ഞാൻ മലയാളത്തിൽ നിയത്ത് വെക്കുന്നത്. പല സ്ഥലത്തും പല വ്യത്യാസം ഉണ്ടാകാം, എന്നാലും അങ്ങനെ നിങ്ങൾക്ക് വെച്ചാലും മതി. ഇപ്പം ഞാൻ എൻ്റെ ഒരു രൂപത്തിൽ പറയുകയാണ്. നമ്മൾ മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി. ഇതാണ് നമ്മളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലും എൻ്റെ പള്ളിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നിയ്യത്ത്. ഇത് തന്നെ വെക്കണമെന്നില്ല. പല സ്ഥലത്തും ചിലപ്പോൾ ലഫ്ള്, ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിയേക്കാം, എന്നാലും കുഴപ്പമില്ല. ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ കൊല്ലത്തെ എന്ന് പറഞ്ഞാലും മതിയാണ്, കുഴപ്പമില്ല. ഈ കൊല്ലത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ അദാ ആയ ഫർളായ. ചില ആളുകൾ ആദ്യം ഫർളായ പറയും, ചിലപ്പോൾ അദാ ആയ പറയും, ചിലപ്പോൾ നിർബന്ധമായെന്ന് പറയും. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ കൊല്ലത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലെങ്കിൽ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിന്, അങ്ങനെ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി. ഇതാണ് നിയ്യത്ത്. ഒരു അറബിയും മലയാളം ഒന്നിച്ചൊന്ന് പറയാം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി. നാവ് കൊണ്ട് പറയൽ മാത്രമല്ല, ഹൃദയത്തിലും ഉണ്ടാവണം. ഹൃദയത്തിൽ നിന്നാണ് നിയ്യത്ത് വരേണ്ടത്. നാളത്തെ നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് മനസ്സിലുണ്ടാവണം. അതോടൊപ്പം തന്നെ നാവ് കൊണ്ട് പറയുകയും വേണം. അപ്പോൾ ഇതാണ് നിയ്യത്ത്. നിയ്യത്തുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ചില സംശയങ്ങളുണ്ട്. ഉസ്താദേ, ഈ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത്? അതൊന്നാമത്തെ സംശയം. ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ മഗ്രിബിന് ശേഷം ആ സുബഹിക്ക് മുമ്പുള്ള ആ സമയം വരെ നമുക്ക് നിയ്യത്ത് വെക്കാനുള്ള ടൈമുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഉസ്താദ്, അപ്പോൾ ഈ നമ്മുടെ ക്ലോക്ക് അനുസരിച്ച് രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമല്ലേ, മറ്റൊരു ദിവസമല്ലേ? അതായത് PM മാറി AM ആയല്ലോ, രാത്രി 12 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ 12 മണിക്ക് ശേഷം നിയ്യത്ത് വെക്കുന്നവരും അല്ലെങ്കിൽ സുബഹിക്ക് തൊട്ട് മുമ്പ് നിയ്യത്ത് വെക്കുന്നവരും നാളത്തെ നോമ്പ് എന്ന് പറയണോ, ഇന്നത്തെ നോമ്പ്, ഇപ്പോഴുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് നമുക്കൊരു സ്വാഭാവികമായ ചിന്ത ഉണ്ടാവാം. പക്ഷേ അതിന് പ്രസക്തിയില്ല. കാരണം ഇസ്ലാമിക രൂപത്തിൽ നോക്കിയാൽ, ഇസ്ലാമിക ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നോക്കിയാൽ നമ്മൾ രാവും പകലുമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ എന്താ പറയേണ്ടത്? നാളത്തെ നോമ്പിന് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അങ്ങനെയാണ് പറയേണ്ടത്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ വിശദീകരണം ആ വിഷയത്തിൽ നൽകുന്നില്ല. അതാണ് ചെയ്യേണ്ടത്. അതൊന്ന്. പിന്നെ പല ആളുകൾ ചോദിക്കുന്നു, ഉസ്താദ്, നിയ്യത്ത് മറന്നുപോയാൽ എന്ത് ചെയ്യണം? ഷാഫിഈ മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിയ്യത്ത് തലേ രാത്രി തന്നെ വെക്കേണ്ടതുണ്ട്. നമ്മളിനി സുബഹിക്ക് ശേഷമാണ് അല്ലോ നിയ്യത്ത് വെച്ചില്ലല്ലോ എന്നോർത്താൽ നമുക്ക് ആ ദിവസത്തെ നോമ്പ് കിട്ടൂല. അപ്പം എന്ത് ചെയ്യണം? നോമ്പുകാരെ പോലെ നമ്മൾ കഴിയുകയും നമുക്ക് റമളാനിന് ശേഷം മറ്റൊരു സമയം കിട്ടുമ്പോൾ ആ നോമ്പ് ഖളാ വീട്ടുകയുമാണ് വേണ്ടത്. ഇവിടെ ചില ഇളവുകൾ നമുക്ക് എടുക്കാം. അതായത് ഹനഫി മദ്ഹബുകാരായ സഹോദരന്മാരുണ്ട്. ഈ ഹനഫി മദ്ഹബുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുന്നത്ത് നോമ്പാണെങ്കിലും ഫർദ് നോമ്പാണെങ്കിലും ഉച്ചയ്ക്ക് മുന്നേ, ളുഹറിന് മുന്നേ എങ്കിലും നിയ്യത്ത് വെച്ചാൽ ആ നോമ്പ് കിട്ടും. അപ്പോൾ ഷാഫി മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെങ്ങാനും നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാൻ മറന്നു പോയാൽ നമ്മൾ ഓർക്കുന്നത് രാവിലെ ഒരു 9-10 മണിയാകുമ്പോൾ അല്ലോ നിയ്യത്ത് വെച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഹനഫി മദ്ഹബ് പ്രകാരം ഇൻഷാ അല്ലാ ഞാൻ ഇന്നത്തെ നോമ്പിനെ പിടിക്കാൻ കരുതിയിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. ഉച്ചയ്ക്ക് മുമ്പേ തന്നെ ഹനഫി മദ്ഹബ് പ്രകാരം ഇൻഷാ അല്ലാ ഈ പരിശുദ്ധമായ റമളാനിലെ നോമ്പ് ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. അപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു നോമ്പ് നമുക്ക് കിട്ടി.
നിയത്ത് നമ്മൾ രാത്രി തന്നെ വെക്കണം ഷാഫിഈ മദ്ഹബ് പ്രകാരം. ഇനി മറന്നുപോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഉച്ചക്ക് മുമ്പുള്ള ആ ഒരു സമയത്ത് ഹനഫി മദ്ഹബ് പ്രകാരം ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ദിവസത്തെ നോമ്പ് പിടിച്ചു വിട്ടുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് അന്നത്തെ നോമ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നീയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ മക്കളുണ്ടല്ലോ, ചെറിയ മക്കൾ, അവർക്കും നമ്മൾ ഈ നീയത്തൊക്കെ പറഞ്ഞു കൊടുക്കുക. മോനെ നവൈത്തു സോമഗതിയും, ചിലപ്പോൾ തെറ്റുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. അവർക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ നോമ്പിൻ്റെ നീയത്തുകൾ പതിയെ പതിയെ പറഞ്ഞു കൊടുക്കുക. ചെറിയ മക്കൾ നമ്മൾ ഇപ്പോഴേ നോമ്പ് പിടിപ്പിച്ചാലേ അവർക്ക് വലുതാകുമ്പോഴും നോമ്പ് പിടിക്കാനുള്ള ആ ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ നോമ്പ് മുറിച്ചോട്ടെ. നമ്മൾ ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ അവർക്ക് വിശന്നിട്ട് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവർ എടുത്ത് കുടിച്ചേക്കാം, അല്ലെങ്കിൽ അവർ നോമ്പ് മുറിച്ചേക്കാം, ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ പരമാവധി ചെറിയ മക്കളെയും നോമ്പ് പിടിപ്പിക്കാൻ ഈ നീയത്തൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മുതിർന്ന മക്കളുണ്ടാകും, പ്രായപൂർത്തിയായ മക്കളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കേണ്ടതാണ്, നിർബന്ധമാണ് അവർക്ക് നോമ്പ് പിടിക്കൽ. പിന്നെ നമ്മൾ നോമ്പ് പിടിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രയാസം വന്നോ രോഗം വന്നോ തളർന്നു പോയാൽ നമുക്ക് നോമ്പ് മുറിക്കാം, പിന്നീട് അത് ഖളാ വീട്ടിയാൽ മതി. ഇനി നമുക്ക് പറയാനുള്ളത് അത്താഴവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ നീയത്തൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചില ഉറങ്ങിപ്പോകും, ചിലപ്പോൾ സുബഹി വാങ്ക് കേട്ടായിരിക്കും എഴുന്നേക്കുന്നത്, എന്നാലും പ്രശ്നമില്ല. പക്ഷേ അവിടെ അത്താഴം എന്നുണ്ട ഒരു വലിയൊരു സുന്നത്തുണ്ട്, അതായത് ഇടയത്താഴം. വലിയ പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അത്താഴത്തിൽ ബറക്കത്തുണ്ട്, നിങ്ങളത് ഉപേക്ഷിക്കരുത്. അതൊരു കൽപ്പനയായിട്ട് നബി തങ്ങൾ പറഞ്ഞല്ല. കൽപ്പനയാണെങ്കിൽ അത് പിന്നെ അത്താഴം കഴിക്കൽ നിർബന്ധമായി മാറിയേനെ. നിർബന്ധമല്ല, അത് വലിയ സുന്നത്താൻ. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് വിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്. സ്വർഗ്ഗ അവകാശികളുടെ ഒരു അടയാളമായിട്ട് ഖുർആൻ പറയുന്നത് അവർ ഇടയത്താഴ സമയത്ത്, അതായത് സുബഹിക്ക് മുമ്പുള്ള സമയത്ത് എഴുന്നേറ്റിട്ട് അവരെന്ത് ചെയ്യും, ഇസ്തിഗ്ഫാർ പറയുന്നവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ, അതായത് സ്വർഗ്ഗത്തിന്റെ അവകാശികളെ പരിചയപ്പെടുത്തുന്നത് ആ രൂപത്തിലാണ്. ചിലപ്പോൾ നമുക്ക് രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നിട്ട് നോമ്പ് കഞ്ഞിയൊക്കെ കുടിച്ച് കിടന്നിട്ട് ചിലപ്പോൾ നമുക്ക് വിശപ്പുണ്ടാവില്ല. പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് നമ്മൾ, അതായത് സുബഹി ബാങ്കിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളമോ ഒരു കാരക്കയോ എങ്കിലും ആ ഒരു സുന്നത്ത് കിട്ടാൻ കഴിക്കേണ്ടതാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അത്താഴ സമയം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയം. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, 3 ഹൃദയങ്ങൾ ഒന്നിച്ചു വരുന്ന സമയമാണ് ഇടയത്താഴ സമയം എന്നുള്ളത്. അതായത് ഒരു മനുഷ്യൻ അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമുക്ക് ആ അത്താഴ സമയത്ത്, ഇപ്പോൾ സാധാരണ പറയുന്നത് കിതാബിലൊക്കെ കാണാം, 5:30 ബാങ്ക് അല്ലെങ്കിൽ 5:15 ബാങ്കാണെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അത്താഴം കഴിച്ച് കഴിയണമെന്നാണ്. സുബഹി ബാങ്ക് വിളിക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അത്താഴം കഴിച്ച് തീർക്കുക. അതായത് ബാങ്ക് വിളിക്കാൻ മുഅദ്ദിൻ ഉസ്താദ് മൈക്കിൽ കൊട്ടുന്നത് വരെ കഴിക്കണം, അങ്ങനെയല്ല പറഞ്ഞത്. ഒരു 20 മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, അത്താഴം കഴിച്ച് തീർക്കണം. അല്ല 20 മിനിറ്റ് മുമ്പ് എഴുന്നേക്കണമെന്നല്ല. ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവാം, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പായിരിക്കും എഴുന്നേക്കുന്നത്. ആ സമയത്താണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് കഴിയുന്നത് പോലെ അത്താഴം കഴിക്കുക, വായ നല്ലപോലെ കഴുകുക. കാരണം ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ ഈത്തപ്പഴോ അത് ഇതൊക്കെ ഉണ്ട്, ആ സമയത്ത് നമ്മൾ ഇറക്കിയാൽ ആ മുമ്പ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 20 മിനിറ്റ് മുമ്പ്, അല്ല ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അത്താഴം കഴിച്ച് ആ ഒരു പരിപാടി തീർക്കുക. പിന്നെ ഒരു 20 മിനിറ്റ് മുമ്പ് നമ്മൾ അത്താഴം കഴിച്ച് തീർന്നാൽ നമുക്ക് പിന്നീട് തഹജ്ജുദ് നിസ്കരിക്കാൻ സമയമുണ്ട്. സുബഹിക്ക് മുമ്പ് നമ്മൾ നിസ്കരിക്കുന്ന തഹജ്ജുദ്, ചില ആളുകൾ ചിലപ്പോൾ വിത്ർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ വിത്ർ നമുക്ക് ആ ഒരു സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഇടയത്താഴ സമയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയമാണ്. ഒരു മനുഷ്യൻ ഇടയത്താഴ സമയത്ത് വിശുദ്ധമായ സൂറത്തു യാസീൻ ഓതിയാൽ, അതായത് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, 3 ഹൃദയങ്ങൾ ഒരുമിച്ച് വരുന്ന സമയമാണ് അത്താഴ സമയം. അതായത് സമയങ്ങളുടെ ഹൃദയമാകുന്ന അത്താഴ സമയം, ഖുർആനിൻ്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ, നിസ്കാരങ്ങളുടെ ഹൃദയമാകുന്ന സുജൂദ്. അപ്പോൾ 3 ഹൃദയങ്ങൾ ഒന്നിച്ചു വരുന്നൊരു സമയമാണ് അത്താഴ സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്താഴ സമയത്ത് ഒരാൾ സൂറത്ത് യാസീൻ എങ്ങാനും നല്ല നിയ്യത്തോടു കൂടി ഓതിയാൽ അവർക്ക് വലിയ പ്രതിഫലമാണ്, അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. പിന്നെ ഈ അത്താഴ സമയത്ത് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉസ്താദെ ഞങ്ങൾ ഈ അത്താഴത്തിന് താമസിച്ചാണ് എഴുന്നേറ്റത്, ബാങ്ക് വിളിക്കാൻ ഒരു 2 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റത്. അപ്പോൾ ഞങ്ങൾ ഈത്തപ്പഴോ അല്ലെങ്കിൽ എന്ത് ചോറിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചോറിങ്ങനെ വായിലിങ്ങനെ ചവയ്ക്കുമ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് ഇറക്കി ആ പ്ലേറ്റിലുള്ളത് മുഴുവൻ കഴിച്ചിട്ട് ഞങ്ങൾക്ക് നോമ്പ് പിടിച്ചാൽ മതിയോ? പാടില്ല. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഫത്ഹുൽ മുഈൻ എന്ന കിതാബിൽ, ആധികാരികമായ ഗ്രന്ഥമാണല്ലോ, തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പ് പിടിക്കാൻ വേണ്ടി അത്താഴം കഴിക്കുന്ന സമയത്താണ് സുബഹി ബാങ്ക് കേൾക്കുന്നതെങ്കിൽ അവന് വായിലുള്ളത് തുപ്പിക്കളഞ്ഞ് അവന് വായ കഴുകണമെന്നാണ്.
കാരണം അത്രമാത്രം ഗൗരവമുള്ള ഒരു വലിയ ശ്രേഷ്ഠതയുള്ള അമലാണ് അത്താഴം കഴിക്കുക, ഇടയത്താഴം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇടയത്താഴത്തിന് നമ്മൾ പരമാവധി നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മുടെ മക്കളെയൊക്കെ വിളിക്കുക, ഇടയത്താഴം കഴിച്ചിട്ട് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക. ആ സമയത്ത് നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. അതുപോലെ തന്നെ വിത്ർ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ആ സമയത്ത് വിത്ർ നിസ്കരിക്കാം, ഖുർആൻ ഓതാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ദിക്റുകൾ പറയാം. ദുആ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ സമയമാണ്, ഏറ്റവും നല്ലൊരു സമയമാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് എന്ത് നമ്മൾ ദുആ ഇരുന്നാലും അള്ളാഹു താല നമുക്കതിൻ്റെ നേട്ടങ്ങൾ തന്നുകൊണ്ട്, പ്രത്യേകിച്ച് റമളാനിൽ ഇൻഷാ അല്ലാഹ് അത് മറന്നു പോകാൻ പാടില്ല. പിന്നെ അത്താഴ സമയത്ത് നമുക്ക് ഭക്ഷണം ഏത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ പകൽ മുഴുവനും പട്ടിണി കിടക്കണമല്ലോ എന്ന് വിചാരിച്ച് ഉള്ളത് മുഴുവനും ആ സമയത്ത് നല്ലതുപോലെ കഴിച്ചാൽ അത് വയറിന് കേടാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു കുറച്ച് ഭക്ഷണമാണ് കഴിക്കേണ്ടത്. പിന്നെ കഴിക്കുന്ന സമയത്ത് നല്ല നമ്മുടെ ശരീരത്തിന് പ്രോട്ടീനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന നല്ല ഭക്ഷണം കഴിക്കുക. അതോടൊപ്പം തന്നെ നല്ലപോലെ വെള്ളം കുടിക്കണം. പകലൊക്കെ നല്ല ചൂടുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് നമുക്ക് ഒരുപാട് വിയർത്ത് പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ലതുപോലെ വെള്ളം കുടിക്കാനും നമ്മുടെ മക്കളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാനും അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചായ കുടിക്കുന്നവരുണ്ട്, ചില ആളുകൾക്ക് ആ സമയത്ത് ചായ കുടിച്ച് പിന്നെ പകൽ തലവേദന ഉണ്ടാകും. ചായ മാത്രം കുടിച്ച് ഒഴിവാക്കരുത്. ചായ കുടിക്കുമ്പോൾ നിർജ്ജലീകരണം ഉണ്ടാകുമെന്നാണ്. അതായത് ശരീരത്തിലുള്ള വെള്ളം വറ്റിപ്പോകാൻ ഒരു കാരണമാണ് എന്ത്, ചായ കുടിക്കാന്ന് പറഞ്ഞാൽ. നമ്മൾ ചായ കുടിക്കേണ്ടെന്ന് പറയുന്നില്ല, ചായ കുടിക്കാം. ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ 1, 2, 3, 4 ഗ്ലാസ്സൊക്കെ നല്ലതുപോലെ വെള്ളം കുടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ ചോദിക്കും, ഉസ്താദ് ഞങ്ങൾ ഏത് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാണ് നോമ്പ് മുറിക്കേണ്ടത്, നോമ്പ് തുടങ്ങേണ്ടത്? ഒരുപാട് പള്ളികളുണ്ട്, പല സംഘടനകളുടെ പള്ളികളുണ്ട്. അപ്പോൾ ഒരുപാട് പള്ളിയിൽ നിന്നും ചിലപ്പോൾ 1-2 മിനിറ്റൊക്കെ വ്യത്യാസത്തിൽ ബാങ്ക് വിളിക്കും. അപ്പോൾ ഏത് പള്ളിയുടെ ബാങ്ക് കേട്ട് ഞങ്ങൾ നോമ്പ് തുറക്കും, ഏത് പള്ളിയുടെ ബാങ്ക് കേട്ട് ഞങ്ങൾ നോമ്പ് ആരംഭിക്കണം? കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു വീഡിയോക്ക് താഴെ ഒരു സഹോദരി വളരെ വിഷമത്തോടു കൂടി അവർ എഴുതിയത്, എൻ്റെ പരിസരത്തുള്ള ഒരു പള്ളിയിൽ 7 മിനിറ്റിന് വ്യത്യാസത്തിൽ വരെ ബാങ്ക് വിളിക്കുന്നുണ്ട്. അല്ലാഹു ആലം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആ പകലിൽ പിടിച്ച നോമ്പ് നഷ്ടപ്പെട്ടു പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ മഹല്ലത്ത് പള്ളിയിൽ ബാങ്കിൻ്റെ സമയം നമ്മൾ നോക്കുക, അത് നോക്കിയാൽ മതി. നമ്മുടെ ജമാഅത്ത് പള്ളി ഏറ്റവും ദൂരെയാണ്, ആ ബാങ്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മക്കളുണ്ടാവും, നമ്മുടെ ഭർത്താവ് ഉണ്ടാവും. അപ്പോൾ അവരോട് ഒന്ന് പറയുക, ആ കറക്റ്റ് മഗ്‌രിബിൻ്റെ സമയം എപ്പോഴാണ്, അല്ലെങ്കിൽ സുബഹി ബാങ്കിൻ്റെ സമയം എപ്പോഴാണ്, ആ ടൈമാണ് നോക്കേണ്ടത്. ചിലപ്പോൾ ബാങ്ക് ചിലപ്പോൾ മൈക്ക് കേടായതുകൊണ്ട് ചിലപ്പോൾ മുറിഞ്ഞു പോയെന്ന് വരാം, ചിലപ്പോൾ മൈക്ക് ഓണാവാത്തത് കൊണ്ട് ചിലപ്പോൾ അല്പം താമസിച്ചെന്ന് വരാം. അപ്പോൾ ബാങ്ക് കേട്ടല്ല, നമ്മുടെ ആ ടൈം ഉണ്ടല്ലോ, മഗ്‌രിബിൻ്റെ 6:26 അതാണ് നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയം, ഒരു ഉദാഹരണം. അതുപോലെ സുബഹിക്ക് എന്താണ് 5:25 അല്ലെങ്കിൽ 5:26, ആ ഒരു ടൈം നമ്മുടെ ക്ലോക്കുമായി നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ചായിരിക്കണം നമ്മൾ ഇനിയുള്ള ദിവസം കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അപ്പോൾ മറന്നു പോവണ്ടേ എന്ന് വിചാരിച്ച് 5:25 ആവാൻ കാത്തിരിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് അത്താഴവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീർക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫ്രീ ആയല്ലോ, പിന്നെ ആ സമയത്ത് ഖുർആൻ ഓതാം, ആ സമയത്ത് നമുക്ക് മറ്റ് ദിക്റുകൾ ചെല്ലാം. അത്താഴം കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ അത് വല്ലാത്ത പിശാച് കൂടുതൽ സുഖം തരുന്ന ഒരു ഉറക്കമാണ്. പിന്നെ സുബഹി പോകും, സുബഹി ഖളാവും, പിന്നെ ഖുർആൻ ഒത്തുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് അത്താഴം കഴിച്ച് കഴിഞ്ഞ് പരമാവധി പിടിച്ചു നിൽക്കുക. ആ സുബഹിയും കൂടെ നമ്മൾ നിസ്കരിച്ചിട്ടേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയതാണല്ലോ തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ കാര്യം നമുക്കറിയാം, ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം. തഹജ്ജുദ് നിസ്കാരം വേറെ ഒന്നുമില്ല, രാത്രി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ അത് ശ്രേഷ്ഠമായൊരു നിസ്കാരമാണ് തഹജ്ജുദ്. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അവിടെ ഇമാമും ജമാഅത്തൊന്നും വേണ്ട, ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ മതി. നമ്മൾ നിയ്യത്ത് വെച്ച് കൈകെട്ടി വജ്ഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, അറിയാവുന്ന സൂറത്ത് നമ്മൾ ഓതുക, പിന്നെ റുക്കൂ ചെയ്യുക, എഴുതുദാല്, അതൊക്കെ കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിൽ അല്ലാഹു അക്ബർ, അഊദു ഓതി, ഫാത്തിഹ ഓതി, അറിയാവുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക, പിന്നെ ആ നിസ്കാരം പൂർത്തിയാക്കുക. ഇതാണ് തഹജ്ജുദ്. ആ നിയ്യത്തിനാണ് വ്യത്യാസം. അതായത് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. വാപ്പമാർക്ക് വീട്ടിൽ തന്നെ നിസ്കരിക്കാം, അല്ലെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കാം. ഉമ്മമാർക്ക് വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും ഖൈർ, വീട്ടിലാണ് അവർ നിസ്കരിക്കേണ്ടത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം ഇനി വിത്ർ നിസ്കരിക്കാത്ത ആളുകളുണ്ടാവാം. ചില ആളുകൾ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിസ്കാരം വിത്രാവാൻ വേണ്ടി ചിലപ്പോൾ വിത്ർ പിന്തിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അതായത് തറാവീഹ് നമസ്കാരത്തിന് ശേഷം വിത്ർ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് വിത്റും കൂടി നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട. നിയ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇടയത്താഴത്തിൻ്റെ കാര്യം പറഞ്ഞു, തഹജ്ജുദ് നിസ്കാരം, വിത്ർ നിസ്കാരം, ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണം. പരിശുദ്ധമായ റമളാൻ നമുക്ക് എല്ലാവർക്കും അനുകൂലമാവണം. നമ്മൾ റഹ്മത്തിൻ്റെ 10ലേക്ക് കടന്നിരിക്കുന്നു. ഈ റഹ്മത്തിൻ്റെ 10ൽ പറയേണ്ട ദിക്റുകൾ മറന്നു പോകരുത്. പിന്നെ റമളാൻ 1 മുതൽ 30 വരെ പറയുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, ആ ദിക്ർ മറന്നു പോവണ്ട. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. പിന്നെ അറിയാവുന്ന ദിക്റുകൾ പറയുക, ഖുർആൻ ഓതുക, മറ്റ് സൽക്കർമ്മ
സൽക്കർമ്മങ്ങൾ മുഖരിതമാവുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ റമളാൻ അനുകൂലമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. എല്ലാവിധ ഖൈറും അല്ലാഹു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശാലമായ ചർച്ചയാണ്. ഒരുപാട് പേർക്ക് സംശയങ്ങൾ. നമ്മൾ കഴിഞ്ഞ വർഷം നിസ്കരിച്ച നിസ്കാരമാണല്ലോ, പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നത്. ഉസ്താദേ, അതിൻ്റെ നീയത്ത് എങ്ങനെയാണ്, അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം എങ്ങനെയാണ് കൃത്യമാക്കുക, അപ്പോൾ ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത്, ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിസ്കാരമാണോ, പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ, അതുപോലെ തന്നെ ഈ നിസ്കാരം നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഖളാ വീട്ടാൻ പറ്റുമോ, അതോടൊപ്പം തന്നെ തറാവീഹ് നമസ്കരിക്കുമ്പോൾ വജ്ജഹത്ത് ഓതേണ്ട കാര്യമുണ്ടോ, തുടക്കം വജ്ജഹത്ത് ഓതണോ, പിന്നെ അത്തഹിയാത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, പിന്നെ ഈ തറാവീഹിന് ശേഷം പ്രത്യേകം ദുആ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ തറാവീഹ് നമസ്കാരത്തെപ്പറ്റി മാത്രമല്ല വിത്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക.